ഇപ്പൊ മാനവീയ വീതി തിരുവനന്തപുരത്ത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഭംഗിയായിട്ട് നടക്കും. കുറച്ചധികം അപ്പൊ ക്ലിയറാക്കിയിട്ടുണ്ട്. ഇതില് ഈ പറയുന്ന നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് കൊച്ചിയിൽ ആവശ്യമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഈ പറയുന്നത് പോലെ അത് നിയന്ത്രിതമായ രീതിയിൽ നടത്താം. കുറച്ചു നാൾ ഇപ്പൊ അത് 10 വർഷമായിട്ട് നടക്കുന്നു എന്ന് പറയുന്നു തിരുവനന്തപുരത്ത്. ഇപ്പൊ കൊച്ചിയിൽ ഇപ്പൊ തുടങ്ങിയെന്ന് പറയുന്നു. അതിനെതിരായിട്ട് യാഥാസ്ഥിതിക ധാരണയുള്ള ആളുകൾ, സദാചാര പോലീസ് പോലെയുള്ള ആളുകൾ അതിനെതിരായിട്ട് വരുന്നുണ്ട്. നമ്മളൊരു കാര്യം നടത്തുക എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളില് ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ പട്ടണങ്ങളില്ല, പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം നൈറ്റ് ലൈഫ് ഉണ്ട്. മനുഷ്യനെ ആഘോഷിക്കണം, അല്ലെങ്കിൽ എന്താണ് ആസ്വദിക്കണം, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. തീർച്ചയായിട്ടും അതുകൊണ്ട് സദാചാര പോലീസ് ഇറങ്ങരുത്. സദാചാര പോലീസ് ഇറങ്ങരുത് എന്നല്ല, സദാചാര പോലീസ് എന്നുള്ള മാനസികാവസ്ഥ തന്നെ മാറ്റണം. അതാണ് അതിന് ആവശ്യമുള്ളത്. ഹായ് അമ്മയ്യ, അപ്പൊ താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തില്? നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഈ ചില ചിന്തകളുണ്ട്. രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന സ്ത്രീകളൊക്കെ മോശപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, സദാചാരം നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം പക്ഷെ ഇതിനൊക്കെ കൃത്യമായിട്ട് വേണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ആഭ്യന്തരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പോലീസൊക്കെ കൃത്യമായി ഇടപെട്ട് നമ്മുടെ ഈ ഒരു നൈറ്റ് ലൈഫിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എങ്കിൽ നല്ലതാണ്. അത് പക്ഷെ കൾച്ചറായിട്ട് ചിന്തിക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടം പോലെ ഈ നൈറ്റ് ലൈഫിലൊക്കെ ഉണ്ട്. ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പിന്നെ ഈ രാത്രി ഒരുപാട് രാവിലെയൊക്കെ ജോലി ചെയ്ത് തളർന്ന് ഇരിക്കുന്ന മനുഷ്യർക്കൊക്കെ ചിലപ്പോൾ കുടുംബമായിട്ടൊക്കെ രാത്രി കുറച്ച് എൻജോയ് ചെയ്യാനൊക്കെ തോന്നും. ആ സമയത്തൊക്കെ അവർക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സമയം അതായിരിക്കും. ആ സമയത്തായിരിക്കും അവർ കുടുംബമായിട്ട് അതിൽ കുട്ടികളൊന്നും. മാത്രമല്ല നമുക്കൊരു പേര് ദോഷമുണ്ട്, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉറങ്ങുന്ന നാടെന്നായിരുന്നു. അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന നാടെന്ന് കേരളത്തെ കുറിച്ച് പറയാൻ പാടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല.